ഉദ്ഘാടനത്തിനൊരുങ്ങി ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിലുള്ള സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം. മനുഷ്യാരോഗ്യം, പോഷണം, രോഗപ്രതിരോധം എന്നിവയ്ക്കൊപ്പം കൃഷി, മത്സ്യസമ്പത്ത്, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ മൈക്രോബയോം അധിഷ്ഠിത ട്രാൻസ്ലേഷണൽ ഗവേഷണൽ ഒറ്റക്കുടക്കീഴിലെത്തിക്കുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനമാണിത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മനുഷ്യാരോഗ്യം, പോഷണം, രോഗപ്രതിരോധം, കൃഷി, മത്സ്യസമ്പത്ത്, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെല്ലാമുള്ള മൈക്രോബയോം ഗവേഷണങ്ങൾ ഒറ്റക്കുടക്കീഴിലെത്തിക്കുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനമാണ് കഴക്കൂട്ടം കിൻഫ്ര പാർക്കിൽ ആരംഭിക്കുന്നത്. മൈക്രോബയോളജി, മോളിക്യുലാർ ബയോളജി ലബോറട്ടറികൾ, ആനിമൽ സെൽ കൾച്ചർ സൗകര്യങ്ങൾ, ഇൻക്യുബേഷൻ സ്പേസുകൾ, സ്റ്റാർട്ടപ്പ് പിന്തുണാ സംവിധാനങ്ങൾ, പരിശീലന സെമിനാർ ഹാളുകൾ എന്നിവ ഇവിടെ സജ്ജമാണ്. മൈക്രോബയോം അധിഷ്ഠിത ഗവേഷണ ഫലങ്ങൾ പ്രയോജനപ്പെടുത്തി പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് ഉൽപ്പന്ന വികസനം, കാർഷികോൽപാദന വർധനവ്, സസ്യവളർച്ച, രോഗനിർണയം, മലിനീകരണ നിയന്ത്രണം തുടങ്ങിയ മേഖലകളിൽ മൈക്രോബിയൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നതാണ് സെന്ററിന്റെ ലക്ഷ്യം. ചടങ്ങിൽ വെച്ച് സംസ്ഥാന സൂക്ഷ്മാണുവിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. ഇതോടെ സ്വന്തം സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. മൈക്രോബയോം മേഖലയിൽ വലിയ തൊഴിലവസരങ്ങൾക്കും സെന്റർ വഴിയൊരുക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.